ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗാണ്. അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങണേനു അങ്ങനെ ഞാൻ കണ്ണൂരേക്ക് വന്നതാണ്. പിന്നെ മെയിനായിട്ട് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടി ഇന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ തന്നെ കാണാൻ നോക്കുക. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പോൾ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആ മക്കളെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ട് നമ്മൾ കണ്ണൂരേക്ക് പോക്കാന്ന്. ഇപ്പോൾ ഒരു 11 മണിയെല്ലാം ആയിട്ടുണ്ടാവും. അങ്ങനെ ആ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോക്കാന്ന്. നമ്മളിപ്പോൾ പോകുന്നത് നിക്ചാനിലേക്കാന്ന്. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കാമെന്ന് ഒരു എയർ ഫ്രയർ വാങ്ങണമെന്ന്. അപ്പോൾ ഇപ്പോൾ നോമ്പലല്ലേ, നമ്മൾ എന്ത് കടിയൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമല്ലോ ആക്കുമല്ലോ. അപ്പോൾ എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യാണ്ട് കുറച്ച് ഹെൽത്തി എല്ലായിട്ട് ആക്കാമെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ നമ്മൾ നിക്ഷാനിലേക്ക് വന്നതാണ്. പിന്നെ എന്ത് സാധനം വാങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് വരുത്ത് നിക്ഷാനിൽ തന്നെയാണ്. നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഇങ്ങനെ എയർ ഫ്രയർ നോക്കലാന്ന്. അപ്പോൾ ആദ്യമേ ഞാൻ ഏത് എയർ ഫ്രയറാണ് വാങ്ങലിൻ്റെ നല്ലതെന്നെല്ലാം നോക്കിനേനും. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ നോക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ വാങ്ങിയത് ഫിലിപ്സിൻ്റെ 6200 ലിറ്റർ വരുന്ന എയർ ഫ്രയറാണ്. അപ്പോൾ ഞാനങ്ങനെ അത് സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ അത് ബില്ലും കാര്യങ്ങളെല്ലാം ആക്കലാന്ന്. പിന്നെ നമ്മളങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ വരുമ്പോൾ ഏതാ വേണ്ടതെന്ന് മനസ്സിലൊരു കണക്കൂട്ടലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാധനം എടുത്തിട്ട് കഴിയും. ഞാനങ്ങനെ ഓൺലൈനിലെല്ലാം നോക്കീന്. അപ്പോൾ ഏകദേശം ആ റേറ്റിൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടീന്. അപ്പോൾ അവർ ചെക്ക് ചെയ്യലാന്ന്. അപ്പോൾ ബില്ലെല്ലാം അടച്ച് സാധനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തന്നിട്ടാണ് നമുക്ക് തരാം. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ എയർ ഫ്രയർ. അപ്പോൾ അവർ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് സെർച്ച് ചെയ്ത് നോക്കിയാലും അതിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാടൊന്നും ഞാൻ നോക്കാൻ വേണ്ടി നിന്നിട്ടില്ല. നമ്മളിങ്ങനെ നോക്കി പഠിക്കലാണല്ലോ. പിന്നെ നിക്ഷാനിൽ വന്നാൽ ഞാൻ മെയിനായിട്ട് വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇതെല്ലാം കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കലാണ്. അന്നേരം എൻ്റെ മാപ്പിള പറയുന്നുണ്ട്, നീ ഇങ്ങനെ വെറുതെ ഓരോന്ന് നോക്കിയിട്ട് ടൈമൊന്നും കളയണ്ട, വാ പോവാം. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാനെല്ലാം ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ എല്ലാം കാണാൻ. പാത്രങ്ങൾക്കെല്ലാം നല്ല ഓഫറുണ്ട്. ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫറുണ്ട്. അപ്പോൾ ഞാൻ പാത്രങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ എല്ലാം വാങ്ങിനേനു. അതുകൊണ്ട് വേറൊന്നും വാങ്ങിയിട്ടില്ല. നമ്മളങ്ങനെ സാധനമെല്ലാം എടുത്തിട്ട് തിരിച്ച് പോക്കാന്ന്. പിന്നെ നമ്മൾ ഒന്ന് മാർക്കറ്റിലേക്ക് പോയിന് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാൻ. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങലാന്ന്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് നോമ്പും ഉണ്ടേനു. അതുകൊണ്ട് ഫ്രൂട്ട്സ് എല്ലാം കാണുമ്പോൾ പിന്നെ എന്തെല്ലാം ആയിട്ട് ഞാൻ ഒരുപാട് സാധനമെല്ലാം വാങ്ങീന്. പിന്നെ എനിക്ക് സ്റ്റീലിൻ്റെ പാട്ട, സ്പൂണ് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വേണേനു. അങ്ങനെ നമ്മളൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ കടയിൽ വന്നിന്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ നോക്കി എടുക്കലാന്ന്. അപ്പോൾ ഞാൻ സ്പൂണൊക്കെ എടുക്കുന്നുണ്ട്. സ്പൂൺ എത്ര വാങ്ങിയാലും നമ്മളിപ്പോൾ ഇന്ന് ഫ്രൂട്ട് സാലഡെല്ലാം ആക്കുമ്പോൾ എത്ര ഉണ്ടായാലും കാണൂല. അങ്ങനെ ഞാൻ കുറച്ച് സ്പൂണും പാത്രവും പാട്ടയെല്ലാമായിട്ട് കുറേ വാങ്ങി. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി. പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിലെത്തി ഞാനൊന്ന് അൺബോക്സ് എല്ലാം ചെയ്യലാന്ന്. പക്ഷേങ്കിൽ നല്ല ക്ഷീണമുണ്ടേനും. കാര്യം നോമ്പെടുത്തോണ്ട് തന്നെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ വന്ന പാടെ പിന്നെ കിടക്കിയതിന് പിന്നെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പോൾ രാത്രിക്കകത്ത് ഞാൻ കുറച്ച് അൽഫാം ആക്കാൻ വേണ്ടി വെച്ചിന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 മിനിറ്റ് 180 ഡിഗ്രിയിലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വെക്കുന്നതുകൊണ്ട് വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിസ്ട്രിക്ഷൻ ഉണ്ട്, ഇന്നത് ഇത്ര ഡിഗ്രിയിലാണ് വെക്കേണ്ട ടൈമൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റെല്ലാം കഴിഞ്ഞേരം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഞാനൊരു 5 മിനിറ്റും കൂടി കൂട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 25 മിനിറ്റ് ആയിന് 180 ഡിഗ്രിയിൽ.
അപ്പോൾ സത്യം പറയാമല്ലോ ഞാൻ ഇത്ര ടേസ്റ്റ് ഒന്നും വിചാരിച്ചിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ടേനും. എന്താ പറയുക, ഇതിന് വേറൊരു ഓപ്ഷൻ ഇല്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു തുള്ളി എണ്ണ പോലും അങ്ങനെ ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക, പക്ഷേ ഞാൻ ബ്രഷ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ അൽഫാമിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും എയർ ഫ്രൈൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.